ഫിഫ ലോകകപ്പിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വിജയം. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പ് അതിന്റെ ആവേശകരമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി ബോസ്റ്റണിൽ വെച്ച് നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ 2-0 പരാജയപ്പെടുത്തി. നാം എല്ലാവരും കാത്തിരുന്നൊരു മത്സരമായിരുന്നു. ഫുട്ബോൾ ആരാധകർ പൊതുവെ നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് ഫ്രാൻസ് മൊറോക്കോ മത്സരം ഒരു കടുത്ത മത്സരമാകുമെന്നും നല്ലൊരു ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു മത്സരമാകുമെന്ന് കരുതി. പക്ഷേ നിർഭാഗ്യവശാൽ മൊറോക്കോയ്ക്ക് നല്ലൊരു പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അവർ 2-0 ഫ്രാൻസിന് മുന്നിൽ കീഴടങ്ങി. ഫ്രാൻസ് ആകട്ടെ അത്യുഗ്രമായ ഒരു പ്രകടനം, നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെച്ച് നല്ലൊരു വിജയം നേടി സെമി ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തു. മത്സരത്തിലേക്ക് വന്നാൽ മത്സരം പൊതുവെ ഒരു ഡിഫെൻഡിങ്ങും അറ്റാക്കിങ്ങും തമ്മിലുള്ള ഒരു മത്സരം മാത്രമായി ഒതുങ്ങിപ്പോയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ നടത്തിയത് ഫ്രാൻസ് ആണ്. അവർ 22ഓളം ഷോട്ടുകൾ എടുത്തു. അതിൽ നിന്ന് 9 ഷോട്ടുകൾ അവർക്ക് ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. മറുവശത്താണെങ്കിൽ വെറും 5 ഷോട്ടുകൾ മാത്രമാണ് മൊറോക്കോക്ക് ഈ മത്സരത്തിൽ എടുക്കാൻ കഴിച്ചത്. 1 ഷോട്ട് മാത്രമാണ് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞതുമാണ്. പൊസിഷൻ നോക്കിയാൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എന്ന് പറയാം. അവസാന നിമിഷങ്ങളിൽ മൊറോക്കോ കൂടുതൽ പൊസിഷൻ വിൻ ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും പൊസിഷൻ നോക്കിയാൽ ഒപ്പത്തിനൊപ്പം. പക്ഷേ അറ്റാക്ക് കൂടുതൽ നടത്തിയത്, മത്സരത്തിൽ ആക്രമണങ്ങൾ കൂടുതൽ നടത്തിയത് ഫ്രാൻസ് തന്നെയായിരുന്നു. ഫ്രാൻസിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെയുള്ള കുറെ ഷോട്ടുകൾ അവരുടെ ഗോൾ കീപ്പർ തടയുന്ന കാഴ്ച, മൊറോക്കൻ ഗോൾ കീപ്പർ ബൗനോ തടയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ 5-ാം മിനിറ്റിൽ തന്നെ ഡൂവയുടെ ഒരു മുന്നേറ്റം, ഹക്കീമിയുടെ കയ്യിൽ നിന്ന് ഡിഫൻസീവ് ഹാഫിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് ഡൂവെ ഒരു പാസ് എംബാപ്പയ്ക്ക് കൈമാറുകയും എംബാപ്പെ ഒരു സോളോ മുന്നേറ്റത്തിലൂടെ ബോക്സിലേക്ക് ഇരിച്ച് കയറുകയും ബോക്സിനകത്ത് ഗോൾ ശ്രമത്തിനായി ഒരു ശ്രമം നടത്തുമ്പോൾ 3-ാം നമ്പർ താരം, മൊറോക്കോയുടെ 3-ാം നമ്പർ താരം മസറോയുടെ ഒരു ഫൗളിൽ എംബാപ്പെ ഒരു പെനാൾട്ടി വിൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ പെനാൾട്ടി എംബാപ്പയ്ക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ആദ്യ പകുതിയിൽ അദ്ദേഹം ഈസിയായി ഗോൾ നേടുമെന്നും തോന്നിയ ഒരു നിമിഷമായിരുന്നു. പക്ഷെ എംബാപ്പയുടെ ആ ഒരു കിക്ക്, ഗോൾ കീപ്പറുടെ ഇടത് വശത്തേക്ക് എടുത്ത ഒരു കിക്ക് കീപ്പർ ബോനോ അതിമനോഹരമായി കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. അങ്ങനെ യാസിർ ബോനോയുടെ ആ സേവിൽ എംബാപ്പയുടെ പെനാൾട്ടി പാഴാക്കുകയും ചെയ്തു. അങ്ങനെ ഈ മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളുകൾ നേടാതെ പിരിഞ്ഞു. അധിക സമയം പന്ത് അറ്റാക്കിങ്ങിലേക്ക് കേന്ദ്രീകരിച്ച് കളിച്ചത് ഫ്രാൻസ് തന്നെയായിരുന്നു. 2-ാം പകുതിയിലേക്ക് കടന്നാൽ 2-ാം പകുതിയിലെ തുടക്കത്തിൽ തന്നെ വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഫ്രാൻസിനെയാണ് കണ്ടത്. ഇതിൽ എടുത്തു പറയുന്നത് ഒലീസെ, ഡെംബെലെ, അതുപോലെ തന്നെ ഡുവേ, ബാർക്കോളക്ക് പകരം ഡുവേ ആയിരുന്നു ആദ്യ ഇറങ്ങിയത്. അതുകൊണ്ട് റാബിയോട്ട്, എംബാപ്പെ എന്നിവരുടെയൊക്കെ ഒരു പ്രകടനം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. 60-ാം മിനിറ്റിൽ തന്നെ ഫ്രാൻസിന്റെ ആക്രമണങ്ങൾക്ക് ഒരു ഫലം കണ്ടെത്താനായി. 60-ാം മിനിറ്റിൽ സൂപ്പർ താരം എംബാപ്പെ പെനാൽറ്റി മിസ്സാക്കിയ എംബാപ്പെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു നല്ല ഗോളിലൂടെ 18-ാം ബോക്സിനകത്ത് വെച്ച് അദ്ദേഹം നടത്തിയ പവർഫുൾ കർവിംഗ് ഷോട്ട് തന്നെ എന്ന് പറയും. അതിലൂടെ ആദ്യ ഗോൾ കണ്ടെത്തി ഡുവയുടെ ഒരു അസിസ്റ്റിലായിരുന്നു ആദ്യ ഗോൾ. 2-ാം ഗോൾ 6 മിനിറ്റുകൾക്കപ്പുറം 2-ാം ഗോളും കണ്ടെത്തി. ഉസ്മാൻ ഡെംബെലയുടെ ഒരു മുന്നേറ്റം, എംബാപ്പയുടെ അസിസ്റ്റിൽ വെച്ച് ഉസ്മാൻ ഡെംബെലയും ഒരു മനോഹരമായ ഷോട്ട് യാസിർ ബോനോയുടെ കയ്യിൽ തട്ടി, മുന്നോട്ട് കയറി വന്ന യാസിർ ബോനോയുടെ കയ്യിൽ തട്ടി പന്ത് വലയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 2-0 66-ാം മിനിറ്റിൽ തന്നെ ഫ്രാൻസ് മുന്നിലെത്തിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പോലും മൊറോക്കോ വലിയ രീതിയിലുള്ളൊരു അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല. അവരുടെ ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമി, അതുപോലെ തന്നെ അവരുടെ ഡിയോപ്പ്, ഡിഫൻസിൽ താരം ഡിയോപ്പ്, അതുപോലെ തന്നെ ബ്രൈൻ ടിയാസ്, അവനോയി, അതുപോലെ തന്നെ തലീബ് എന്നിവരൊക്കെ ശ്രമിച്ചെങ്കിലും അവരുടെ ഒത്തിനകത്തോടെ കളിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് മുന്നത്തെ മത്സരങ്ങളെ പോലെ ഫ്രാൻസിനോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അവരുടെ ചില മുന്നേറ്റങ്ങൾ മാത്രമാണ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായത്. കുറച്ചുകൂടി പൊസിഷൻ കീപ്പ് ചെയ്ത് അവർ കളിച്ചെങ്കിലും അവർക്ക് വലിയ രീതിയിലുള്ള അറ്റാക്കിങ് നടത്താൻ കഴിഞ്ഞില്ല. ആദ്യ പകുതിയിൽ അവർ ഡിഫൻസീവ് മിഡ്ഫീൽഡ് നന്നായി ഫ്രാൻസിന്റെ അറ്റാക്കിനെ നല്ല രീതിയിൽ തടുത്തു വയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ യാസിർ ബോനോയോ ആയിരുന്ന ഒരു ഗോൾ കീപ്പറുടെ അതിമനോഹരമായ സേവുകളും ആദ്യ പകുതിയിൽ
ക്വാളിറ്റിയിൽ കാണാൻ സാധിച്ചു. അങ്ങനെ മത്സരത്തിൽ 75-ാം മിനിറ്റിലെന്നോളം ഡുയേയും എംബാപ്പയ്ക്കും പകരം ബാർക്കോളയും മത്തേറ്റയും ഗ്രൗണ്ടിലേക്ക് എത്തുകയുണ്ടായി. പിന്നീട് ബാർക്കോള ഇറങ്ങിയ ശേഷം ബാർക്കോളയും ഇടത് വിങ്ങിലൂടെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹവും മത്തേറ്റും ഒക്കെ ഗോളുകൾ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ ഗോളൊന്നും കണ്ടെത്താൻ ഫ്രാൻസിന് പിന്നീടായില്ല. 2 ഗോളിന്റെ വിജയം ഫ്രാൻസ് കരസ്ഥമാക്കുകയും ചെയ്തു. മറുവശത്ത് ആഫ്രിക്കയുടെ ഏക പ്രതീക്ഷയായ മൊറോക്കോയും ക്വാർട്ടർ ഫൈനലിൽ വീണു. അവർ ക്വാർട്ടർ ഫൈനലിൽ പുറത്താവുകയും ചെയ്തു. അങ്ങനെ സ്പെയിൻ ബെൽജിയം മത്സരത്തിൽ വിജയിക്കുന്ന ടീമുമായി ഫ്രാൻസ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. കിലിയൻ എംബാപ്പെ നല്ല പ്രകടനം കാഴ്ചവെച്ച് 1 ഗോളും 1 അസിസ്റ്റും, പെനാൽറ്റി മിസ്സാക്കിയെങ്കിലും 1 ഗോളും 1 അസിസ്റ്റും നേടിയ കിലിയൻ എംബാപ്പെ കളിയിലെ കേമനായി മാൻ ഓഫ് ദ മാച്ചായി മാറുകയും ചെയ്തു.